സേഫ് സെയിൻ ലാബ്ദീൻ തുടരുന്നുണ്ട്. സേഫ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പാർട്ടി ലിസ്റ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. മറ്റൊന്ന്, വടകരയിൽ ഇത്തവണ വടകരയിൽ തന്നെയായിരിക്കും ശക്തമായ പോരാട്ടം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കെ ശൈലജ വരുമ്പോൾ, കെ മുരളീധരനെതിരെ കെ ശൈലജ വരുമ്പോൾ എന്തായിരിക്കും അവിടെ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ടല്ലോ. വടകരയിൽ തീ പാറുന്ന പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം വേണ്ട അമൃത. CPM-ന് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റാണ് കെ ശൈലജ എന്ന് പറയുന്നത്. ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്ത ജനപ്രീതി, ആ ജനപ്രീതിയിൽ കെ ശൈലജയ്ക്ക് ഇപ്പോഴും ഇടിവ് വന്നിട്ടില്ല എന്ന് പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കെ മുരളീധരൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിക്കെതിരെ അതേ തലപ്പൊക്കത്തോടു കൂടി നിൽക്കുന്ന കെ ശൈലജയെ തന്നെ കളത്തിലിറക്കാൻ വേണ്ടി CPM തീരുമാനിക്കുന്നത്. അതിൽ കൂടുതൽ ചർച്ചകൾ പോലും പാർട്ടിക്ക് വേണ്ടി വന്നില്ല. കെ ശൈലജയുടെ പേര് അന്തിമമായി അവിടെ തീരുമാനിക്കുകയാണ് പാർട്ടി നേതൃത്വം ചെയ്തിരിക്കുന്നത്. ആലത്തൂരാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം വരുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത ഇത്തവണ ആലത്തൂർ മണ്ഡലത്തിന്റെ മത്സരത്തിനുണ്ട്. പാർട്ടി കോട്ടയായി അറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ആലത്തൂർ. പക്ഷേ കഴിഞ്ഞ തവണത്തെ UDF-ന്റെ തേരോട്ടത്തിൽ ആ മണ്ഡലം ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണൻ തന്നെ വേണം എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. താൻ മത്സരിക്കാനില്ല എന്ന് പാർട്ടി നേതൃത്വം അദ്ദേഹം തുടർച്ചയായി തന്നെ അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം തന്നെ മത്സരിക്കണം എന്ന കർശനമായ നിലപാട് പാർട്ടി നേതൃത്വം സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കെ രാധാകൃഷ്ണൻ അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത്. ചാലക്കുടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം. ചാലക്കുടിയിൽ രവീന്ദ്രനാഥ്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രനാഥിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എറണാകുളത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് വരുന്നത്. KJ ഷൈൻ എന്ന വനിതയാണ് എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നത്. പൊന്നാനിയാണ് മറ്റൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുന്നത്. ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഹംസയെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് KS ഹംസയുടെ പേരിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നത്. സമസ്ത അടക്കമുള്ള സംഘടനകളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടി നേതൃത്വം നടത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് KS ഹംസയുടെ പേര് പൊതുസ്വതന്ത്രനായിട്ട് പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത്. അവിടെ മികച്ച മത്സരം KS ഹംസയിലൂടെ നടത്താൻ കഴിയും. ലീഗിന്റെ വോട്ട് കൂടി തങ്ങൾക്ക് അനുകൂലമായി വരും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് KS ഹംസയുടെ പേര് പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. മലപ്പുറത്ത് യുവപ്രാതിനിധ്യമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. DYFയുടെ സംസ്ഥാന പ്രസിഡന്റായ B വസീഫിനെ മലപ്പുറത്ത് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണ്. ലീഗിന്റെ കോട്ടയാണ് മലപ്പുറം. അവിടെ ഒരു പ്രധാനപ്പെട്ട മത്സരം കാഴ്ചവെക്കാൻ ഒരു യുവ നേതാവിന് കഴിയും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് B വസീഫിന്റെ പേര് അവിടെ എത്തിയിരിക്കുന്നത്. എളമരം കരീമിനെ, കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമിനെ കോഴിക്കോട് മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കെ ശൈലജയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനായിരിക്കും അവിടെ മത്സരിക്കുന്നത്. വനിതാ പ്രാതിനിധ്യം വളരെ കുറഞ്ഞു പോയില്ലേ? 3 വനിതകളെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ വേണമെന്ന മാർഗനിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗം. പക്ഷേ ഞാൻ നേരത്തെ ഇത് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അമൃത, മറ്റൊരു പരിഗണനയും ഇത്തവണ വേണ്ട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വം അത് ചെയ്തിരിക്കുന്നത്. അതിന് കാരണമായി അവർ സൂചിപ്പിക്കുന്നത് CPM-ന് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം കേരളമാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് വോട്ട് ശതമാനം, ഈ ദേശീയ പാർട്ടി എന്ന വോട്ടിന്റെ ശതമാനത്തിന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ പാർട്ടിയെ തീരുമാനിക്കുന്നത്. ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടമാവാതിരിക്കാൻ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി CPM-ന് ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വിജയസാധ്യത മാത്രം ഘടകമായി പാർട്ടി നേതൃത്വം എടുക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. യുവാക്കളെ രംഗത്തിറക്കിക്കൊണ്ടായിരുന്നു CPM പരീക്ഷണം നടത്തുകയും അത് വിജയിച്ചെടുക്കുകയും ചെയ്തത്. ഇത്തവണ പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്നുകൊടുക്കാനുള്ള സമയമല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നാണ് പാർട്ടി നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. കണ്ണൂരിൽ MV ജയരാജനും അതുപോലെ തന്നെ കാസർഗോഡ് വരുമ്പോൾ MV ബാലകൃഷ്ണനും, അത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹവും മത്സരിക്കും. 2 മണ്ഡലങ്ങളിൽ പൊതുവെ പ്രാദേശിക തലത്തിൽ ചില എതിർപ്പുകളുണ്ട് എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് അമൃത. ഒന്ന്, നമ്മളിപ്പോൾ സൂചിപ്പിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ പ്രാദേശിക തലത്തിൽ ചില എതിർപ്പ് ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം പ്രതിഷേധം ഈ ചർച്ചകൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീടൊന്ന് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ പോരെ എന്ന തരത്തിലുള്ള ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സമാനമായ രീതിയിലുള്ള ചില ചർച്ചകൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അവിടെ ചർച്ചകൾ വേണ്ടിവരുമോ? 27-ന് ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ ഈ കാസർഗോഡ് അതുപോലെ പാലക്കാട് സ്ഥലങ്ങളിൽ മറ്റ് പേരുകൾ ഉയർന്നു കേൾക്കാൻ സാധ്യത കാണുന്നുണ്ടോ?
ഇല്ല അമൃത, ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 15 പേരിൽ ഒരു പേര് മാറാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. പ്രാദേശിക തലത്തിൽ എതിർപ്പുണ്ടെങ്കിലും പാർട്ടി അതിന്റെ സംഘടനാ രീതി ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നേതാക്കന്മാർ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 15 പേരിൽ ഒരു പേര് പോലും മാറാനുള്ള സാധ്യതയില്ല. ഈ 15 പേര് തന്നെയായിരിക്കും CPM-ന് വേണ്ടി, ഇടതുമുന്നണിക്ക് വേണ്ടി ഈ 15 മണ്ഡലങ്ങളിൽ മത്സരത്തിനിറങ്ങുക.